എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണല്ലോ തുടരും. നിലവിൽ 23 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തുടരും എന്ന സിനിമയുടെ ആദ്യ 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 105 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 125 കോടി രൂപയും ആദ്യ 22 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 216 കോടി രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 23 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തുടരുമെന്ന സിനിമ 106,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 23 ദിവസമായി ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രം ആദ്യ 23 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 220 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 9 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 9 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8,40,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്ക് മികച്ച ഹോൾഡാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും രണ്ടാമത്തെ ആഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച മെയ് മാസം 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ഷറഫുദ്ദീൻ സൂരജ് വഞ്ഞാറമ്മൂട് കൂട്ടുകെട്ടിന്റെ പടക്കളം. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 10-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 77 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,50,00,000 ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷനൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 8 കോടി 9 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അതേസമയം മെയ് മാസം 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആസിഫിലെ നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ സർക്കിട്ട്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 10-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 10 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 1,97,00,000 എത്തിയിരിക്കുകയാണ്. മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയതെങ്കിൽ പോലും അത്ര നല്ല കളക്ഷനല്ല ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അടുത്ത സിനിമ മാത്യുവിനെ നായകനാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ 3D സിനിമയാണല്ലോ ലവ്ലി. 2 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 2-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 26 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ലവ്ലിയുടെ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏകദേശം 40 ലക്ഷം 50 ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ സിനിമ ഈ അടുത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത തമിഴ് സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ടൂറിസ്റ്റ് ഫാമിലി. നിലവിൽ 17 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ 17-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,34,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 50 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.